മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ പ്രേതത്തിനെ കണ്ടു എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അമ്മ. എന്നാൽ ദുർഗ കണ്ടത് വീട്ടിൽ വെച്ചും അതുപോലെ തന്നെ ഉണ്ണിയും മേഘനാഥനും കണ്ടത് റോട്ടിൽ വെച്ചുമാണല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് അത്ര പെട്ടെന്ന് എങ്ങനെ തീർന്നു പ്രതാപ എന്ന് ചോദിക്കുന്നു. പ്രതാപൻ പറയുന്നുണ്ട്, അവളിത് കുടിച്ചു പറ്റിച്ചതായിരിക്കുമെന്ന്. അപ്പോൾ അമ്മ പറയാണ്, ആത്മാക്കള് പെട്രോളെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ അവര് ചത്തുപോയില്ലേടാ എന്ന്. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുന്ന, ചത്തവൾ എന്തിനാ അമ്മ വീണ്ടും ചാവുന്നത്? അപ്പൊ പറഞ്ഞത് ശരിയാണല്ലോ. അപ്പൊ ആത്മാവിന് മരണമില്ലേ പ്രതാപ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അവർ ഈ ഭൂമി വിട്ടു പോവുള്ളൂ അമ്മയെന്ന് പറയുന്നു. നമ്മൾ എന്തായാലും അവളുടെ ലിസ്റ്റിലുണ്ടാവുമെന്ന് ഉറപ്പായിട്ട് പറയാണ്ട് പ്രതാപൻ. അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മാത്രമല്ല, അതിനു മുൻപ് തന്നെ അവളെ നമ്മൾ നട്ടം തിരിച്ചതല്ലേ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അമ്മ പറയുന്നുണ്ട്, അത് ശരിയാ, അവൾക്ക് ഏറ്റവും കൂടുതൽ വൈരാഗ്യം നമ്മളോട് തന്നെ ആയിരിക്കും പ്രതാപ എന്ന് പറയുന്നു. എന്തായാലും കുഴപ്പമില്ല പ്രതാപ, ആ മന്ത്രവാദിയുടെ രക്ഷ കയ്യിൽ കെട്ടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യുന്നു അമ്മ പറയാൻ കേട്ടോ. ചില ആത്മാക്കളുടെ കാര്യത്തിൽ രക്ഷ കെട്ടിയിട്ട് രക്ഷയില്ല എന്നല്ലേ ഇവിടുത്തെ വൈദ്യര് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അയാൾ വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അയാൾക്ക് ലക്ഷ്മിയോടും കണ്ണനോടൊക്കെ വലിയ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ കണ്ണനും ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് കരഞ്ഞു മെഴുക എന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഈ തോമസിൻ്റെ അടുത്തോട്ട് നമ്മൾ എന്തിനാ വരുന്നതെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇവിടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നതെന്ന് പ്രതാപനും പറയുന്നു. പിന്നെ പ്രേതത്തേക്കാൾ വലിയൊരു പ്രേതം ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോവാൻ നോക്കാമെന്നും അമ്മയോട് പറയുന്നുണ്ട് പ്രതാപൻ. എന്നാൽ പിന്നെ നമുക്ക് കിടക്കാം പ്രതാപ എന്ന് പറഞ്ഞ് അമ്മയും മോനും കിടന്ന് ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ അമ്മ ഉറക്കം പിടിക്കുന്നു. പ്രതാപനാണെങ്കിൽ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ആ സമയം ആരോ തട്ടുന്നത് പോലെ കേൾക്കുന്നു. അങ്ങനെ അമ്മയെ ഉണർത്തുന്നുണ്ട്. അമ്മ ആരോ കഥകിലൊക്കെ തട്ടുന്ന ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നു. അപ്പം അമ്മ പറയുന്നുണ്ട്, ഇനി എന്ത് തട്ടലും മുട്ടലും ശബ്ദം കേട്ടാൽ നമുക്ക് അവളാണെന്ന് തോന്നുള്ളൂ. എടാ പ്രതാപ, നിന്നോടൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ കൂടെ നീ ഈ മുറിയിലുള്ളപ്പോൾ ഒരു പ്രേതവും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഗുളികൻ 11 നിൽക്കുന്ന ജാതകമാണ് എൻ്റെതെന്ന് അമ്മ പ്രതാപനോട് പറയാണ്. ഗുളികൻ സ്ഥാനം തെറ്റി നിൽക്കുന്നവർക്കൊക്കെയാണ് ഈ ആത്മാവിൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും അനുഭവിക്കുന്നതെന്നെല്ലാം അമ്മ പ്രതാപനോട് പറയാണ്. അതുകൊണ്ട് തന്നെ നീ സമാധാനപ്പെട്ട് മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങടാ മോനെ എന്ന് പറയുന്നു. അങ്ങനെ അമ്മയും ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മിയും മാർക്കോയും മുത്തശ്ശിയെയും പ്രതാപനെയും നല്ല രീതിയിൽ ഭയപ്പെടുത്താനായിട്ട് അവരുടെ മുറിക്കടുത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ജനലിലും കഥകളിലും നല്ല രീതിയിൽ തന്നെ തട്ടുകയും പേടിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രതാപൻ ഉണരുന്നുണ്ട്. ഉണരുമ്പോൾ അമ്മയെയും വിളിച്ചുണർത്തുന്നു. അമ്മയെ ഒരു തട്ടലും മുട്ടലും ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞ് അമ്മയെയും എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അമ്മ ഒരു ശബ്ദവും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രതാപൻ. എന്തടാ നീ പറയുന്നതെന്ന് അമ്മയും ചോദിക്കുന്നു. അതേ, ഈ ഡോറുമേലൊക്കെ ആരോ മുട്ടുന്നെന്ന് പറയുമ്പോൾ അത് നിൻ്റെ ചത്തുപോയ അച്ഛനായിരിക്കൂടാ എന്നും അമ്മ പറയാണ്ട് പ്രതാപനോട്. മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങട ചക്ക എന്ന് പറയുന്നു. ആ സമയം വീണ്ടും എന്തൊക്കെയോ താഴെ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പ്രതാപൻ പറയുന്നത് കേട്ടില്ല അമ്മ എന്ന് പറഞ്ഞു. അത് വല്ല പൂച്ചയും മറ്റും തട്ടിയിട്ടതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അല്ല അമ്മ, അമ്മ തന്നെയല്ലേ പറഞ്ഞത് അവൾക്ക് ദൈവവിശ്വാസം ഒരുപാടുള്ളത് കൊണ്ട് അവളുടെ ആത്മാവിന് ശക്തി കൂടുമെന്ന്. അതെ, ഞാനങ്ങനെ പറഞ്ഞു. ഈ രക്ഷ എഴുതി കെട്ടിയത് കൊണ്ട് എനിക്ക് യാതൊരു വക പേടിയും തോന്നുന്നില്ലടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്കിപ്പം നമ്മളുടെ അരികിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ കിടന്നിങ്ങനെ നിലവിളിക്കുകയായിരിക്കുമെന്ന് അമ്മ പ്രതാപനോട് പറയാണ്. അങ്ങനെ പ്രതാപൻ്റെയും അമ്മയുടെയും മുറിയുടെ ഡോറിൻ്റെ ഭയങ്കര തട്ടലും മുട്ടലും ബഹളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അമ്മയാണെങ്കിൽ സാവകാശം പോയി ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. രക്ഷ കയ്യിലുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ധാരണയിലാണ് തുറക്കാൻ പോകുന്നത് തന്നെ. പക്ഷേ ഡോറ് തുറന്ന വഴിക്ക് തന്നെ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് അമ്മ നല്ല രീതിയിൽ തന്നെ ഭയന്ന് അബോധാവസ്ഥയിലാവുന്നുണ്ട്. പ്രതാപന് നല്ല രീതിയിൽ തന്നെ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയക്കുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗായ എപ്പിസോഡുകളാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.